ഈ വീഡിയോ 18 വയസ്സിന് താഴെയുള്ളവർ കാണല്ലേ. കേരളത്തിൽ ആദ്യമായി ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസങ്ങളില് ഒരു ചാനലിൽ വന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ഇവൻ ഏതാണുള്ളത് നമുക്ക് മനസ്സിലായി. പുറത്ത് വന്നിട്ടുണ്ട്. ആളുടെ നല്ല ബുദ്ധിയുള്ള പയ്യനാ. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിലെ ടാറ്റു ഒക്കെ കാണിച്ചു. പൊട്ടനാടാ നീ വല്ല പറഞ്ഞയോ അല്ലെങ്കിൽ ഫുൾ കെ ഷർട്ടോ ബനിയനോ ഇട്ടിട്ട് വന്നാൽ പോരായിരുന്നു. ആളെ ഞാൻ കാണിക്കാം, പക്ഷെ മുഖം കാണിക്കുന്നില്ല. കാരണം അവൻ മാസ്ക് ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന അവന്റെ മുഖം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ നമ്മളത് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആരും കണ്ടില്ല. കയ്യെ വലിയ ടാറ്റു അടിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണാം. വെറുതെ എല്ലാരും കണ്ടു കാണും. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുമ്പോഴും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയ്ക്കും ആകുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് കുറേ പേർ എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച് അപ്പോൾ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറേ പേർ ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ്. ഓക്കെ, എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ജാലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതെ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു കുതിരയെ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറന്നടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. മറ്റേ കവച്ച് വെച്ചൊരു കുതിരക്കളി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിലെ എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയാണ്. ഇവ പറയുന്നതും വെടി തന്നെയാണ്. അത് പക്ഷെ മറ്റേ എൻകൗണ്ടർ ആണ്. സെലിബ്രിറ്റികൾ, കേരളത്തിലെ സ്ത്രീകൾ, 40 വയസ്സിന് മുകളിലുള്ള സെലിബ്രിറ്റി സ്ത്രീകൾ ഇതുപോലെയുള്ള പുരുഷന്മാരെ ഉപയോഗിക്കുന്നുണ്ടാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതെന്താ മ്യൂട്ട് ചെയ്ത്? വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? നാളെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് കടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? നാളെ എന്നെ മോമൂടിയിട്ട് എവിടെയെങ്കിലും കാണുമെന്ന് ആരും ചിന്തിക്കണ്ട. പൊതുവെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ കോണ്ടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറെ കോണ്ടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ളയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളയോ നടിമാരുടെ ഒക്കെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലാണെന്ന് ചിന്തിക്കരുത്. നാളെ വേണമെങ്കിൽ ഇനി ഈ പറഞ്ഞ നടിമാരുടെ ഏതെങ്കിലും കൂടെ നടക്കുന്ന മേക്കപ്പ് മാനൊക്കെ കണ്ടുപോ നീ മറ്റേ അതല്ലയോ എന്ന് നമ്മൾ പറയും. മലയാളികളാ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അയാൾ പറയുന്ന അയാളുടെ അഭിപ്രായമാണ്. അണ്ണാ പറയണ്ട, അണ്ണാ പറ. ഓക്കെ, ആരാ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്? എന്താ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസ് ആണോ? ഇല്ല, ഞങ്ങളുടെ റേറ്റ് ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വേണം. അതായത് ഇപ്പം ഞങ്ങളെപ്പോലെ വേറെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ, എനിക്കറിയാവുന്ന വേറെയും 1-2 പേരൊക്കെ ഉണ്ട്. പെർഫോമൻസിനനുസരിച്ച് റേറ്റ് കൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പെർഫോമൻസിനനുസരിച്ച് ഈ പറഞ്ഞ പോലത്തെ പരിപാടികളൊക്കെ കാണും, ചാടി അടിക്കുമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചോദിക്കും നിങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പെർ ഡേക്ക് ഇത്രയാണ്, ഇതാണ് റേറ്റ് എന്ന് പറയും. അപ്പം ഞങ്ങൾ അതനുസരിച്ചിട്ട് എൻ്റെ കപ്പാസിറ്റിയുള്ള റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യും. ഓക്കെ, എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ചോദ്യം ചോദിക്കുന്ന പയ്യൻ കൊള്ളാം. എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാ? നിനക്ക് പൂശണോ അതോ നിനക്ക് പൂശാൻ പോണോ?
എടാ സാധനം കുത്തിയൊടിച്ച് കളയേണ്ടി വരും ചുമ്മാരി. അവനെ കണ്ട റബ്ബർ പോലെ നിൽക്കുന്നു കണ്ടോ. ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. ഇതെവിടെ കിട്ടിയ ജോലി? എനിക്കും വേണം. അല്ല എനിക്ക് വേണ്ട. അയ്യോ 18 വയസ്സിൽ മുകളിലോട്ടുള്ളവന്മാരൊന്നും 18 വയസ്സിൽ താഴെയുള്ളവരൊന്നും വീഡിയോ കാണല്ലേ. എനിക്ക് വയ്യ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. 15 to 20K ഒക്കെ തരാൻ ഇവിടെ ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറേ ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ. അപ്പോൾ ഒരു മാസത്തിൽ അപ്പോൾ നിങ്ങൾ എത്ര ക്ലയൻസിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു 2 അല്ലെങ്കിൽ 3? 25, 50, 75 തള്ളേ ഊരട്ടാ ഞാനും മാസ്ക് ഇട്ടിക്കട്ടാ പറ. ചില സമയത്ത് 5 ഉണ്ടാവും, ഏതെങ്കിലും 2 അധികം ഉണ്ടാവും. 2, 3, 5 മേളിൽ പോയിട്ടില്ല, 2 താഴെയും വന്നിട്ടില്ല. മഴയത്ത് 7, 8 ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അങ്ങനെയുണ്ട്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലേ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ബേസിക്കലി എടുക്കുക? അതായത് മാനസികമായിട്ടും ഞാൻ പറയുന്ന പോലെ അതല്ലാതെയും നിങ്ങൾ കുറേയധികം മെഡിസിൻസും സേഫ്റ്റിയും ഒക്കെ നോക്കണ്ടേ? എന്തൊക്കെയാ അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാറ്? എന്തൊക്കെ അറിയണം നിനക്ക്? പയ്യൻകൊള്ളാം പറ കേക്കട്ടെ. അത്തരം മന്ത്ലി ഓൺസ് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. VDRL, SCD അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. ചില്ലറയൊന്നും അല്ല ഇപ്പൊ പോന്നേ. ഓടി നടന്ന് പരിപാടി നടത്തുക. നിന്നെ എനിക്കത് തൊട്ട് തൊഴാൻ പറ്റൂ? ശിവലിംഗം കഴിഞ്ഞാൽ പിന്നെ അളിയന്റെ ലിംഗം ആയിരിക്കുള്ളേ. വല്ല കുഴപ്പമുണ്ടോയെന്ന് നോക്കും. പിന്നെ ഫുഡ്, ഡയറ്റ്, എക്സസൈസ്, വർക്കൗട്ട് അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. എവറി മന്ത്സ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പ്രഫ് എന്നുള്ള മെഡിസിൻ അതൊക്കെ എടുക്കും. പിന്നെ ഡോക്ടർ ഞങ്ങൾക്ക് ചില ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യണം. സ്പോട്ടിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി അങ്ങനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഞങ്ങളത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകും. അമ്പഴ ഡോക്ടറെ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ തമാശയായിട്ട് പറയുന്ന കേട്ടോ കാര്യങ്ങള്. പുള്ളിയുടെ ലൈഫ് പറയുന്ന പുള്ളിയുടെ ലൈഫ് പറയട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി റിയാക്ട് ചെയ്യാലോ. സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചോദിക്കും, സെലിബ്രിറ്റി ചോദിക്കും റീസെന്റ് ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വേണം എന്ന് ചോദിക്കും. റീസെന്റ് ആയിട്ട് എപ്പോഴും സ്പെസിഫിക് ആയിട്ട് അവർ പറയും ഇതിന്റെ HIV, VDRL, SCD, STD ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് ചോദിക്കും അവർ. അപ്പോൾ റീസെന്റ് റിപ്പോർട്ട് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും. റീസെന്റ് ഡോക്ടേഴ്സിൻ്റെ ചോദിച്ചിട്ട് അത് അവർ നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യണത്. നമ്മൾ ഈ 10ന്റെയും പ്ലസ് ടുവിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കത്തില്ലേ, അതുപോലെ ഇവരെടുത്ത് വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിന്റെ ആയിരിക്കും. മാഡം ഇതെന്റെ HIV-യുടെ, ഇതെന്റെ മറ്റേ തൂക്ക് പൊങ്ങാത്തതിന്റെ, ഇത് സാധനം പൊങ്ങുന്നതിന്റെ താഴുന്നതിന്റെ. Oh my God! What a life! ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 2 years above ആയി. ഏകദേശം ഒരു ബോഡി കൗണ്ട് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ബോഡി കൗണ്ട് ഓൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു ഞാൻ എന്തോ കൊടുക്കും, എന്റെ തരാനൊന്നുമില്ല, പൊക്കട്ടെ. 60-70 ഇതെന്തുവാ? തേക്കിന്റെ വണ്ണമാണോ 60-70? Come on, you can bro. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. ഓക്കെ. ഇപ്പോ നമുക്ക് അവനിങ്ങനെ ആലോചിക്കുവോ, അമ്മേ 60-70 ചില്ലറയല്ല. 60-70 എന്ന് പറയുമ്പോ ചില്ലറയല്ലത്. ചെറിയ പരിപാടി ഒന്നും അല്ല ഇപ്പം നടക്കുന്നത്. ഇവന്റെ ജോലി എവിടാ?
ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മൾ സിനിമയിലൊക്കെ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയുന്നുണ്ട്, അറിവുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും വലിയ ധാരണയില്ല. ഒരു ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കാറുണ്ട്, നിങ്ങൾ പുറത്തെ ആൾക്കാരോട് ഇത് ഡിസ്കസ് ചെയ്യാറുണ്ടോ, നിങ്ങളുടെ സ്വകാര്യ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് പറയാം? ഇല്ല, നോർമലി എല്ലാവരെയും പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഞങ്ങളെ ഇത് ചെയ്യും, ഗ്രോ ചെയ്യും. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കാണാൻ കുറച്ച് ഗ്ലാമർ ആയിരിക്കണം, ബോഡിയിലായാലും ഫേസിലായാലും ഡ്രസ്സിങ്ങിലായാലും കുറച്ചുകൂടി നമ്മൾ മറ്റുള്ളവരെ കാണാൻ ഒരു അട്രാക്ഷൻ ചെയ്യേണ്ട രീതിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. നോർമലി ഉള്ളതുപോലെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും. പിന്നെ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ഞങ്ങളുടെ ബോഡി ഗ്രോ ചെയ്യും ഞങ്ങൾ. അതെന്താ ബാക്കിയുള്ളവന്മാർക്ക് ഇല്ലെന്നാണോ പറയുന്നത്? ഞാൻ എന്നെയും കൊണ്ട് മോമൂടി അണിയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. പറയാനാണെങ്കിൽ കാണാനാണെങ്കിൽ കുറെ ഉണ്ട്. 3 ദിവസം കൊണ്ട് 941K ആണുങ്ങളില് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ചെറിയ കാര്യങ്ങളല്ല സംഭവിക്കുന്ന കേരളത്തിൽ. ഓം ശുക്ലാംബരധരം ബിസ്കി. എടാ നാളെ എന്റെ യൂട്യൂബ് ആയാലും ഞാൻ ജീവിക്കൂടാ, ഞാൻ ജീവിക്കും, ഞാനും പോവാ. എല്ലാം തമാശയാണ്, തമാശയായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 18 വയസ്സിന് താഴെയുള്ളവന്മാർക്കൊന്നും അറിയത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാം അറിയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ പോലും ഞാനൊരു നല്ല പയ്യനല്ലേടാ. അപ്പം കേരളത്തിനെ കൂട്ടം വിക്കി തക് വീണ്ടും നാളെ എന്നെ മോമൂടിയാണ്.